അപ്പയിൽ കഴിഞ്ഞ 2-3 മാസമായി വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ടുള്ള ഒരാളാണ് ഈ ജോസിനെ കുറിച്ച് നാട്ടുകാർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. നമ്മളൊക്കെ പ്രാദേശികമായി ഉള്ള ബന്ധം ഉള്ളതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ മേഖലയിൽ അന്വേഷിച്ചപ്പോൾ ആള് ഒരു നല്ല ക്യാരക്ടറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്. അവർ നേരത്തെ കല്യാണം കഴിച്ചാന്ന് തോന്നുന്നുണ്ട്. ഒരു നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ ആ ആക്ഷേപം കൂടി ഒഴിവാക്കായിരുന്നു. ഒരു അനാസ്ഥ ആദ്യഘട്ടത്തിൽ സംഭവിച്ചു എന്നൊരു വസ്തുത തന്നെയാണ്. ബാങ്ക് വേണ്ടി പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് വന്നു എന്നുള്ളതാണ്. ഇത് പ്രാഥമിക അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ പറയുന്നത് ഒരു വേർഷനാണ് എന്ന് പറഞ്ഞാൽ പോലീസിന് മുമ്പിൽ ഒരു കാര്യം വന്നാൽ അവരതിനെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കുകയാണ്. അവരുടെ മുമ്പിൽ പ്രാങ്ക് വീഡിയോ എന്നുള്ള നിലയിലുള്ള കമൻറ്റുകൾ നാട്ടിൽ നിന്ന് കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടികളെ ആദ്യം കണ്ടിട്ടുള്ള നാട്ടുകാരും പിന്നെ ഈ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ മകനാണത് വീഡിയോയിൽ പകർത്തിയത്. ചെറിയ കുട്ടിയാണ്, മോളാണ് അതിൻ്റെ ഇരാന്ന് പറയാമല്ലോ, ഇരയായിട്ട് മാറിയത്. അപ്പോൾ അത് ആ നിലയിലുള്ള ഒരു ഫേക്കായിട്ടുള്ള ഒന്നും ഉണ്ടാക്കിയെടുത്ത് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നുള്ളതാണ്. പോലീസ് വളരുന്നത് വരെ അന്വേഷിച്ചതിന് പിന്നാലെ പോയി അവർ കൃത്യമായ വസ്തുതകളിലേക്ക് പോകണമെന്നുള്ള നിലയിലാണ് അന്വേഷിച്ചത്. അപ്പോൾ ഇങ്ങനൊരു പശ്ചാത്തലം അതിലുണ്ട് എന്നുള്ളത് പോലീസിന് മുമ്പിൽ നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇയാളെ പറ്റി മുഴുവനെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയെ ഇങ്ങനെ ഭീകരമായിട്ട് മർദ്ദിക്കുന്ന ഒരു ചിത്രം എടുത്ത് അത് പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് അത്യന്തം ക്രൂരമാണ്. അത് പ്രത്യേകിച്ച് കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു നീതികേടാണ്. പോലീസ് ആ കാര്യത്തിൽ കർശനമായിട്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളതിനാണ് അവർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ അവർ നിൽക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ആദ്യം തന്നെ ഒരു കേസിലേക്ക് പോവുക എന്ന് പറയുന്നത് അല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ നേരെ നമുക്ക് അഭിപ്രായം മാറ്റി പറയേണ്ടി വരും. ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കാതെ പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കില്ല. അപ്പോൾ വസ്തുത മനസ്സിലാക്കുന്നതിന് പോലീസ് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള വനിതാ SI ആണ്. അവർ ഒരു അമ്മ കൂടിയാണ്. അവർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വൈകാരികതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഏതെങ്കിലും നിലക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഡിലേയും ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു നടപടിക്രമം പൂർത്തീകരിക്കുന്നത് വൈകിപ്പോയി എന്ന് പറയാൻ പാകത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായി എന്ന് കാണാൻ പറ്റില്ല. പോലീസ് വളരെ അലർട്ടായിട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഞാനതാ പറഞ്ഞത്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന 2 കുട്ടികളാണ് ഇതിലെ കക്ഷികൾ. ആ കുട്ടികളുടെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം കൂടി പോലീസ് ഏറ്റെടുക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് ആ നിലക്ക് തന്നെയാണ് പോലീസ് കണ്ടിട്ടുള്ളത്. നല്ല നിലക്ക് തന്നെയാണ് പോലീസ് കൈകാര്യം ചെയ്തത്. ഈ കുട്ടികളുടെ സംരക്ഷണമൊക്കെ അത് ഗൗരവമുള്ളൊരു വിഷയമാണ്. പോലീസിന് മുമ്പിൽ ആ വിഷയം തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ഇന്ന് അവർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെ കൂടി അയക്കും എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. പക്ഷെ കുട്ടികൾ ആരെ കൂടെ അയക്കുന്നുള്ളത് പോലീസിന് കുറേ കൂടി അവരെ ഈ സുരക്ഷിതമായിട്ടൊരു നിലയിലല്ലേ അവരെ ആരെയും കൂടെ വിടാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടാക്കുക എന്നുള്ളത് പോലീസിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. പഞ്ചായത്ത് അതിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ടിട്ടുണ്ട്. 2 പഞ്ചായത്ത് മെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഇവിടെ ഫുൾ ടീമായിട്ടുണ്ട്. പൊതുപ്രവർത്തകരുണ്ട്. എല്ലാവരും വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ. ഡിസംബർ 15 മുതൽ മെയ് 30 വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു. കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.